ഹായ്, ഹനീഫ് അദേനി കഥ എഴുതി സംവിധാനം ചെയ്ത് ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു മാർക്കോ എന്നുള്ളത്. ഉണ്ണി മുകുന്ദൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാർക്കോയെ പറ്റിയാണ്. സിനിമയുടെ കഥ കാര്യമായിട്ട് സ്പോയിലർ ആക്കുന്നില്ല, എങ്കിലും ഒരു ഓൺലൈൻ പ്രമേയം വരാം. ഈ ഒരു സിനിമ ബേസിക്കലി ഒരു റിവെഞ്ച് ആക്ഷൻ മൂവിയാണ്. അപ്പോൾ റിവെഞ്ച് എന്നുള്ളത് ആരോടെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രമായിട്ട് തന്നെ മാർക്കോയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മലയാളം എന്നുള്ളത് പോട്ടെ, ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും മാർക്കോയിലൂടെ നമ്മൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില സംഭവങ്ങളൊക്കെ തരുന്നു, അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മാർക്കോയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്നുള്ളത്. അതിലും ആദ്യമേ പറയേണ്ടത് വയലൻസ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ സിനിമയിൽ വലിയ വയലൻസ് നിറഞ്ഞ സിനിമകളൊന്നും അധികം ഇറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്, ഇത് ആയിരിക്കും ഏറ്റവും ഒരു മോസ്റ്റ് ബ്രൂട്ടലായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. അത്രയും വയലൻസ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഈ സിനിമ എങ്ങനെ സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്തെന്ന് ചോദിച്ചു. അത്തരത്തിലുള്ള ഒരുപാട് വയലൻസ് കാഴ്ചകളൊക്കെ നിറച്ച ഈ മാർക്കോ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി ഇന്റർവെല്ലിൽ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഒരു അരമണിക്കൂർ രംഗം, ഒരു രക്ഷയില്ലാത്ത രീതി. അത് നിങ്ങളിങ്ങനെ സ്ക്രീനിലേക്ക് നോക്കാൻ മടിച്ചു പോകും. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ, കൈവെട്ടുക, തലവെട്ടുക, തൊലി ഉരിഞ്ഞെടുക്കുക, അതുപോലെ തന്നെ ശരീരത്തിനുള്ളിലൂടെ കൈയിട്ട് ഹൃദയം പറിച്ചെടുക്കുക, ഇങ്ങനെയുള്ള വയലൻസ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് തന്നെയാണ് ആദ്യമേ ക്ലാപ്പ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ തന്നെ എത്രയോ സിനിമകൾ റെക്കമെൻഡ് നിങ്ങളിലേക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പം ഫോറിൻ ഫിലിംസ്, അതിലും എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യൻ ഫിലിംസിലും അല്ലെങ്കിൽ കൊറിയൻ ഫിലിംസിലും ഒക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ വയലൻസ് പാക്ക്ഡ് കാഴ്ചകളൊക്കെ തന്നെ മാർക്കോയിലൂടെ നമ്മളിലേക്ക് സമ്മാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യമേ പറയേണ്ടത്. പിന്നെ ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ വർക്കൊക്കെ തന്നെ എടുത്ത് മെൻഷൻ ചെയ്യണം കേട്ടോ. സിനിമ ഒരു പക്ക തിയേറ്റർ മെറ്റീരിയൽ ആണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നതിനുള്ള പ്രധാന കാരണം ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ വർക്ക് അത്രത്തോളം ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രഫി ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഹോളിവുഡ് സിനിമകളിലോ അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ ഫിലിംസിലോ കൊറിയൻ ഫിലിംസിലോ ഒക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് ആക്ഷൻ മുഹൂർത്തങ്ങൾ ഈ ഒരു സിനിമ നിങ്ങളിലേക്ക് സമ്മാനിക്കും. ഗംഭീരമായിട്ട് തന്നെയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ ആ ഒരു ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ സിനിമയ്ക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലും ആക്ഷൻസിൽ കുറെ വയലൻസ് ആണ്. ആ ആക്ഷൻസിനൊപ്പം തന്നെ ആ ടെക്നിക്കൽ വർക്കേഴ്സ്, അല്ലെങ്കിൽ CGI വർക്കർ, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, അല്ലെങ്കിൽ സിനിമയുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, ഇവരൊക്കെ കൂടിയിട്ട് കുറച്ച് സംഭവങ്ങൾ അങ്ങ് ഒരുക്കി വെച്ചേക്കാണ്. ഗംഭീരം എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി കാഴ്ച കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ചന്ദ്രു സെൽവരാജ് എന്ന് പറയുന്ന ആളാണ്. ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി വർക്കാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ആ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി രംഗങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് പീക്ക് ലെവൽ തന്നെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഷമീർ മുഹമ്മദ് തന്നെയാണ് എഡിറ്റിംഗ് കാഴ്ചകൾ. തീർച്ചയായിട്ടും മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തെ ഒരു സ്റ്റൈലിഷ് ലെവലിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിന്റെ എഡിറ്റിംഗ് കട്ട്സിനും കാര്യങ്ങൾക്കും ഒക്കെ തന്നെ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കൂടാതെ രവി ബാസുറർ, അദ്ദേഹമാണ് ചിത്രത്തിന്റെ മ്യൂസിക് വർക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ലൊരു കാലിബറുള്ള, അതും ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഫിലിംസിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അത്രത്തോളം ഡെപ്തിലായിരിക്കും നിൽക്കുക, അല്ലെങ്കിൽ അത്രത്തോളം ഇംപ്രസീവ് ആയിട്ടായിരിക്കും നിൽക്കുക. ഈ ഒരു സിനിമയ്ക്കുള്ള അദ്ദേഹത്തിന്റെ മ്യൂസിക് വർക്കും കാര്യങ്ങളും ഒക്കെ തന്നെ അത്യാവശ്യം ഇമ്പാക്ട്ഫുൾ ആയിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ ടെക്നിക്കലി എനിക്ക് അത്യാവശ്യം ഒരു 100% സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു സിനിമ തന്നെയാണ് ഈ ഒരു മാർക്കോ എന്നുള്ളത്. പിന്നെ പറയേണ്ടത് ഇതിലെ പ്രകടനങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ചില പ്രകടനങ്ങൾ നമ്മൾ പറഞ്ഞു പോകും, അല്ലെങ്കിൽ ഒന്ന് എടുത്ത് മെൻഷൻ ചെയ്തു പോകും. അങ്ങനെയുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു ജഗദീഷിൻ്റെ എന്നുള്ളത്. ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അറിഞ്ഞിരുന്നു അദ്ദേഹം ഇതുവരെ ഒരു അപ്രോച്ച് ചെയ്യാത്ത രീതിയിലൊക്കെയാണ് ഈ ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നതെന്ന് കേട്ടിരുന്നു. പക്ഷേ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലി പ്രേക്ഷകരുണ്ടല്ലോ, അവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒറ്റ വാക്കേ പറയുള്ളൂ, ജഗദീഷിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ, കുറച്ച് മോശമായി പോയി എന്ന് പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു വില്ലനായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതെന്തുകൊണ്ടെന്നൊക്കെയുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാപ്പ് കൂടെ കൊടുക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വേഷം കിട്ടി, അത് കയ്യിൽ നീട്ടി അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളവർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. നല്ല രസമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം. അതുപോലെ ഉണ്ണി മുകുന്ദൻ, ഫിസിക്കലി നിങ്ങൾക്കറിയാം അദ്ദേഹം അത്യാവശ്യം ബോഡി ബിൽഡറൊക്കെ തന്നെയാണ്. ഈ സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു മാർക്കോ എന്ന് പറയുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അത് നീറ്റായിട്ട് അതിൻ്റെ ഡെപ്തിൽ ആ വയലൻസ് ഒക്കെ നിറഞ്ഞ കാഴ്ചകളൊക്കെ തന്നെ ഇങ്ങനെ ആ ഒരു പ്രകടനത്തിലൂടെയൊക്കെ തന്നെ അതിൽ ഇൻറ്റൻസീവായിട്ട് സ്ക്രീനിലേക്ക് അദ്ദേഹം
എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. കൂടാതെ സിദ്ദിഖാവട്ടെ അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവരും കിട്ടുമായിട്ടുള്ള പെർഫോമൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. മൊത്തത്തിൽ പറയുമ്പോഴേ സിനിമ ടെക്നിക്കലി പ്രകടനങ്ങൾ ബേസിൽ ഇതൊക്കെ തന്നെ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന സിനിമയാണ്. പിന്നെ സ്റ്റോറി വൈസിൽ നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും നോക്കണ്ട, കാരണം ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഒരു റിവഞ്ച് സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഈ ഒരു ടിപ്പിക്കൽ ടൈപ്പ് സ്റ്റോറി ആണെങ്കിൽ കൂടി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ ആ ഒരു മേഖലയിലൂടെയും പ്രകടനത്തിലൂടെയും നിങ്ങളെ ഈ സിനിമ എക്സൈറ്റ് ചെയ്യിപ്പിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ എന്ന് തന്നെ പറയും. പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ സിനിമ തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മുഷിപ്പായിട്ട് തോന്നി. ഈ ഒരു സിനിമ ഇത് എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലുള്ള സാധനം ഇല്ലല്ലോ എന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇന്റർവൽ ബ്ലോക്കിന് തൊട്ട് മുന്നോടിയായിട്ട് വരെ എനിക്ക് തോന്നി. അതിനുശേഷം കുറച്ച് സിനിമ ഒന്ന് ഹൈ ആകുന്നത് ആ ഇന്റർവൽ സീക്വൻസിൽ ഒരു ഗംഭീരമായിട്ടുള്ള ആക്ഷൻ കൊണ്ടുവെക്കുന്നുണ്ട്. ആ ടൈമിൽ ഓക്കെ എന്നുള്ളൊരു ഫീൽ ആയി. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തതിനപ്പുറത്തേക്കുള്ള വയലൻസ് കാഴ്ചകളായിരുന്നു. ഓക്കെ, ആ ഒരു കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇത് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് സംഭവിച്ചു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു സിനിമ കണ്ടതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലില്ല. ഏതെങ്കിലും കണ്ടിട്ട് കാണും കേട്ടോ, നമ്മൾ ചിലപ്പോൾ ഓർക്കാത്തായിരിക്കും. എങ്കിലും സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു സിനിമയാണ്. സോ ഒരു 7.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10-7.5 തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, എന്തായാലും കണ്ടു നോക്കുക. പിന്നെ ഫാമിലി ആയിട്ട് പോകരുത്. അതുപോലെ കുട്ടികളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ് മാർക്കോ എന്നുള്ളത്. കാരണം അവർ ഇരുത്തി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെയൊക്കെ മൈൻഡൊക്കെ വേറെ ആയിപ്പോകും, അത്തരത്തിലുള്ള സിനിമയാണ്. സോ മെച്യൂർഡ് ആയിട്ടുള്ളവർ, അതും സ്ത്രീകളെയൊന്നും ആയിട്ട് പോകാനും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം.